ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ A+VO വ്ളോഗ് 2. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഷൂട്ടിന് വേണ്ടി ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഒരു ഷൂട്ടിനാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിൽ കിടക്കാം. ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് ഒരു ഗ്ലിസറിൻ പോലത്തെ ലാവ്രൺ ജോജോബ എന്ന് പറയുന്ന ഒരു ഓയിലാണ്. അപ്പോൾ ഇത് നമുക്ക് ഫസ്റ്റ് തേക്കാം. ഇപ്പോൾ ഇത് തുറന്നിട്ട് ഇവിടെ ഒഴിക്കുക. ഞാൻ കണ്ണാടിയിൽ മിററിൽ നോക്കിയിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഓക്കെ, ഇതൊക്കെ മതി. ഇനി ഇത് നന്നായിട്ട് നമുക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ഓയിലാണ്, നല്ല സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഓയിലാണ് കേട്ടോ ഇത്. കണ്ടോ, ഇപ്പം നല്ലോണം സോഫ്റ്റായി. പെട്ടെന്ന് അപ്ലൈ ഔട്ട് ഇത് ഒന്ന് തുടച്ചാൽ മതി. അപ്പോഴേക്കും കുറച്ച് ഏകദേശം ഒബ്സർവ് ആയിട്ടുണ്ടാവും അതിൽ. ഇനി നെക്സ്റ്റ് ഈ ഒരു സംഭവത്തിലാണ്. ഞാനൊരു കൊട്ടയിലിട്ട് വെച്ച ഒരു ബാർബിയുടെ ഒരു ബോക്സ് ഇട്ട് വെച്ചേക്കണേണ്. ഫസ്റ്റ് തന്നെ പൗഡറാണ്. ഇനി എത്ര നേരം പിടിക്കും ദൈവമേ. അങ്ങനെ പൗഡർ തിരിക്കുന്നു. നമുക്ക് നന്നായിട്ട് കോരി എടുക്കണം. പണ്ടത്തെ മാജിക്. ഓക്കെ, അങ്ങനെ ചെയ്തതൊരു മാജിക് പവറാണ്. നമുക്ക് അപ്പുറത്തേക്ക് ചെയ്യാം. ഓക്കെ, അങ്ങനെ കഴിഞ്ഞു. നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. നെക്സ്റ്റ് ആണ് നമ്മുടെ കൺമഷി ഷിംഗാർ കാജൽ സ്റ്റിക്ക്. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കണ്ണിലെഴുതാം. കണ്ണാടി നോക്കിയിട്ട് എഴുതും. റെഡിയായി. നമുക്ക് ഐലൈനർ പോലെ എഴുതണം. ബാക്കിൽ നിന്ന് ഫ്രണ്ടിലേക്ക് കണ്ടിട്ട് എന്നാൽ നമുക്ക് ഫസ്റ്റ് തന്നെ വാലിട്ട് കൊടുക്കണം. ഇവിടെ പരക്കണം. ഫ്രണ്ട്സ്, ഞാൻ അങ്ങനെ തൂത്ത് കളഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്നറിയോ, ഞാൻ ഈ കൺമഷി വെച്ച് ഐലൈനർ ഇടണ കുറച്ച് പ്രയാസമാണ്. അപ്പം ഞാൻ അടിയിൽ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അയ്യോ, മേലിൽ എഴുതിയിട്ടില്ല കേട്ടോ. ആദ്യം നല്ല ഭംഗിക്ക് എഴുതിയ, വീണ്ടും ഞാൻ തൂത്ത് കളഞ്ഞ. അപ്പോൾ ഒന്നും കൂടി എഴുതേണ്ടി വന്നു. ശരിയായി. ഓക്കെ, ഇങ്ങനെ ഇരിക്കുമ്പോൾ വരൂ കേട്ടോ. വന്നില്ലേ, വേറൊരു മാജിക് ചെയ്യാം. ഈ പൗഡർ ഞാൻ മാറ്റാം. ഇപ്പം നമുക്കിതിടാം. വാവ്, ബട്ടർഫ്ലൈ.
നമുക്കിതെടുത്ത് വെക്കാം. അടുത്തത് വന്നിരിക്കുന്നു നമ്മുടെ ഹെയർ ബുഷ്. കൊളായ വീഡിയോ ഇല്ല. നമുക്ക് നല്ലോണം ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുത്ത് മസാജിൽ നല്ലോണം തോർത്ത് കൊടുക്കണം. അതിൻ്റെ കൂടെ ഒരാളും കൂടിയുണ്ട്. ടിഷ്യൂ. അപ്പം നമ്മൾ പോണിറ്റെയിലാണ് കെട്ടുന്നത്. സാധാരണ പോണിറ്റെയിൽ കെട്ടണം. എനിക്ക് ഏത് കൂടുതൽ ഹെയർ സ്റ്റൈൽ കിട്ടണത് പോണിറ്റെയിലും പിന്നെ രണ്ടോമ്പിൽ കെട്ടണമാണ്. അപ്പോൾ ഞാനിവിടെ കുറച്ച് വെറൈറ്റി ആക്കാൻ വേണ്ടി വേറെ ഒരു സൈസും കെട്ടണം കാണിച്ചു തരാം. അങ്ങനെ എനിക്ക് 2 ബുഷ് കിട്ടി. ഞാൻ 2 കൊമ്പിലല്ല ചെയ്യാം, 2 കൊമ്പിൽ തന്നെ കുറച്ചും കൂടി എടുത്താണ് കെട്ടാൻ പോണതൊക്കെ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കെട്ടാം. ഫസ്റ്റ് ഇത് വെച്ചാണ് ഫ്രണ്ട്സ്. ചിലപ്പോൾ അങ്ങനെ കെട്ടിയാൽ ഭംഗി ഉണ്ടാവില്ലെങ്കിലോ, അതുകൊണ്ട് ഞാൻ വേറെ സ്റ്റൈലിൽ കെട്ടാം. ആലോചിച്ച് നിന്നില്ല, ഞാൻ പോയി ആലോചിച്ചിട്ട് വരാം. ബൈ ഫ്രണ്ട്സ്. അതിൻ്റെ ഇടയ്ക്ക് ഒരാൾ വന്നു. പെട്ടെന്ന് ഞാൻ വീഡിയോ ഓഫാക്കിക്കൊണ്ട് രക്ഷപ്പെട്ടു. എൻ്റെ അമ്മാവനാണ്. ഓക്കെ ആലോചിച്ച് നിൽക്കട്ടെ. ബൈ. ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇങ്ങനെ കിട്ടി. ഫ്രണ്ട്സ് എനിക്ക് ഒരെണ്ണം കിട്ടി. ഞാൻ ഇപ്പം ഹെയർ സ്റ്റൈൽ കാണിച്ചു തരാം. ഫ്രണ്ട്സ് ഞാൻ ആ ഹെയർ സ്റ്റൈൽ ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അങ്ങനെ ഇപ്പുറത്തെ കെട്ടി കഴിഞ്ഞു. ഇതേപോലെ നമുക്ക് അപ്പുറത്തും കെട്ടാം. കെട്ടി. ഓക്കെ, ഇനി നമുക്ക് റായും കൂടി വെച്ചാൽ മതി. നമുക്ക് ബേബി ഹെയർ ഒക്കെ പുറത്തേക്ക് എടുക്കാം കേട്ടോ. നമുക്ക് ഇങ്ങനെ ഇടാം. ആ 2 കണ്ടെത്തി ഇത് ഭംഗിയുണ്ടാവും എനിക്ക്. ഹായ്. ഓ പ്രേമല്ലോ. ഭംഗിയില്ല. നമുക്കിങ്ങനെ ഇടാം. അതെനിക്ക് നല്ലത്. ഫ്രണ്ട്സ് എന്തോ ഒരു കാര്യം മറന്നുപോയി. നമ്മൾ മറന്നുപോയി. പെട്ടെന്ന് ഞാൻ മറന്നുപോയി. എല്ലാത്തിനും ബ്ലൂ. നമുക്ക് നമ്മുടെ പ്രിയതാരം ബ്രഷ് എടുക്കാം. ഒത്തിരി പലഹാരം നമ്മൾ കൊണ്ടുവന്ന് തരാം, കട്ടിത്തരാം, നമ്മളിവിടെ ചീത്തന് തരാം. മധുരലട്ടുകൾ കാണുമ്പോൾ മുന്തിരി പോലെ. നമ്മൾ ബ്ലൂ കളറാണ് എടുക്കുന്നത്. പാർട്ടാക്കിയൊന്നും ചെയ്യണ്ട, അതിങ്ങനെ തന്നെ വെച്ച് ചെയ്താൽ പോരെ. തരാം, ഒത്തിരി പലഹാരം നമ്മൾ കൊണ്ടുവന്ന് തരാം, നേരം കട്ടിത്തരാം, നമ്മളുടെ ജീവൻ തന്നെ തരാം. മധുരലട്ട് കാണുമ്പോൾ മുന്തിരി പോലെ. നിന്റെ സംഗീതമില്ലേ, അത് നമ്മുടെ ഇഷ്ടം. വേഗം സൊല്ല, ഒന്ന് വേഗം സൊല്ല. പണ്ട് രാമൻ സീതയെ നോക്കും മാതിരി തരാം പിന്നാലെ. റെഡിയായി. ഇവിടെ കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇനി നമുക്കൊരു ലിപ്സ്റ്റിക്കും കൂടിയിട്ട് സെറ്റ് ആവും. അങ്ങനെ കഴിഞ്ഞു ലാസ്റ്റ് ലുക്ക്. നിങ്ങൾ ഞെട്ടും ഇന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഞെട്ടൂല ഉറപ്പായിട്ടും, അതെനിക്ക് ഉറപ്പാണ്. നമുക്ക് ലാസ്റ്റ് ലുക്ക് കണ്ടേ. അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നീട് കാണാം. ആ ഷൂട്ടിങ് കാണാൻ മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ പിന്നീട് A+V vlog 2. Bye bye.